കേരള കോൺഗ്രസ് എം എന്ന ഈ പാർട്ടി UDF-ലേക്ക് പോവുകയാണെങ്കിൽ ഒരു പുഴ ചെന്ന് കടലിൽ ചേരുന്നു എന്നതിലുള്ള സ്വാഭാവികമായൊരു കാര്യം എന്ന് മാത്രമേ രാഷ്ട്രീയ കേരളം കാണുകയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ UDF-ലേക്ക് പോകാൻ പാകത്തിന് ഉള്ള രാഷ്ട്രീയമുള്ളൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. എക്കാലത്തും കേരള കോൺഗ്രസിൻ്റെ സ്വാഭാവിക ഒരു ഘടകകക്ഷി അല്ലെങ്കിൽ സ്വാഭാവിക മുന്നണി എന്ന് പറയുന്നത് UDF ആണ്. അതുകൊണ്ട് അതെന്തെങ്കിലും ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ UDF-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് LDF-ൻ്റെ ഭാഗമായി ഈ പാർട്ടി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നിന്ന കാലത്തെല്ലാം അങ്ങേയറ്റം കംഫർട്ടബിളായിട്ടാണ് അവർ ഈ മുന്നണിക്കകത്ത് നിന്നിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നതുണ്ടായിട്ടേയില്ല. അങ്ങേയറ്റം ഈ മുന്നണി മര്യാദകളൊക്കെ പാലിച്ച് മുന്നണിയിൽ ഈ പാർട്ടിക്ക് വേണ്ടുന്ന പദവികൾ കൊടുക്കുകയും മറ്റും ചെയ്ത് നല്ല ആത്മവിശ്വാസത്തോടെ തുടരാനാവുന്ന വിധത്തിൽ ഈ മുന്നണിയുടെ ഒരു നേതാവ് എന്ന നിലക്ക് നല്ല നിലക്ക് പരിഗണിക്കപ്പെട്ട് പോകുന്ന ഒരു സ്പേസ് ജോസ് കെ മാണിക്കും മറ്റു നേതാക്കൾക്കൊക്കെ ഉണ്ടാകുന്ന വിധത്തിൽ അങ്ങേയറ്റം മാന്യമായിട്ടുള്ളൊരു പദവി നിശ്ചയമായിട്ടും കേരള കോൺഗ്രസിന് LDF-നകത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പുഴ ചെന്ന് കടലിൽ ചേരുന്നത് പോലെ സ്വാഭാവികത UDF-ൻ്റെ ഘടകകക്ഷിയായിട്ടിരിക്കുന്നതാണ് കേരള കോൺഗ്രസിനെങ്കിൽ പോലും LDF-നകത്ത് മറ്റൊരു കാലത്തും ഇല്ലാത്ത വിധം കംഫർട്ടബിളായിട്ടാണ് ഈ പാർട്ടി ഇരുന്നത് എന്നത് പ്രത്യേകമായിട്ട് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് കാരണം പറഞ്ഞു പോകും എന്നൊരു പ്രശ്നം സ്വാഭാവികമായിട്ടും നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടാകും. എന്ന് മാത്രവുമല്ല ആ പാർട്ടി പിളരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ റോഷി അഗസ്റ്റിനും മറ്റുമൊക്കെ അക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ LDF-ൻ്റെ ഭാഗമായിട്ട് നിന്നാലും വലിയ തട്ടുകേടൊന്നും വരാതിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവരവിടെ തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ മറിച്ച് മറ്റൊരു കാര്യമുള്ളത് UDF-ലേക്ക് കേരള കോൺഗ്രസ് പോവുകയാണെങ്കിൽ പാലാ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ജോസ് കെ മാണിക്ക് മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് പക്ഷേ അവിടെ ഒരു വലിയ കീറാമുട്ടിയായിട്ട് സ്വാഭാവികമായിട്ട് നിൽക്കും. നേരത്തെ ബിനിൽ ചൂണ്ടിക്കാണിച്ച പ്രശ്നത്തിന് പുറമെ അവിടെ പാലാ മണ്ഡലം കിട്ടണമെന്നില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നതാണ് ഇപ്പോഴത്തെ നില. കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് മലയാളത്തിൽ ചൊല്ല് പറയുന്നത് പോലെ അങ്ങോട്ടും വീഴ ഇങ്ങോട്ടും വീഴ എന്ന നിലക്ക് നിൽക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത് ഈ ചർച്ച ഇപ്പോൾ ഇത്രയ്ക്ക് സജീവമായിട്ട് നിർത്തുന്നത് കേരള കോൺഗ്രസോ അതിനകത്തെ നേതാക്കളോ മറ്റൊന്നുമല്ല, മറിച്ചത് കോൺഗ്രസ് നേതൃത്വമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സോണിയാഗാന്ധി വിളിച്ചു എന്നൊക്കെ വാർത്ത വരുന്നത് സോണിയാഗാന്ധി വിളിക്കാവുന്നൊരു ആരോഗ്യ നിലയിലല്ല ഉള്ളത് എന്ന് കോൺഗ്രസിനെ കുറിച്ച് അറിയുന്ന ആളുകൾ തന്നെ പറയുകയാണ്. അപ്പോൾ അത്തരം വാർത്തകൾ പോലും വരുന്നത് ഈ കോൺഗ്രസ് ഈ വിസ്മയം സൃഷ്ടിക്കാനായിട്ട് ഇവരിങ്ങോട്ട് വരികയാണെന്ന ചർച്ച ഏറ്റവും വലുതായിട്ട് ഉയർത്തിവിടുന്നത് കോൺഗ്രസ് ആണ് എന്ന തരത്തിലുള്ള സാധ്യതകളും സൂചനകളും കൂടെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതിൻ്റെ ഗുണം, ഈ ചർച്ചകളുടെ ഗുണം എന്തായാലും കോൺഗ്രസിനും UDF-നുമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ.